എല്ലാവരും ഇപ്പോൾ പുതിയ പാട്ടിന്റെ പുറകെയല്ലേ. പക്ഷെ ഞാനിപ്പോൾ കേൾപ്പിച്ചൊരു പാട്ടില്ലേ, അതല്ലേ ഒരു റിയൽ വൈബ്. അതെ, ആക്വയുടെ അക്വേറിയം എന്ന് പറഞ്ഞ ആൽബം, ബാർബി ഡോൾ മുതൽ ഡോക്ടർ ജോണസ് വരെ ഈ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ കുട്ടിക്കാലം ഇങ്ങോട്ട് ഉണരും. ശരിയാണോ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് പാടിയും ഡാൻസ് കളിച്ചു കിടന്ന ഒരു പാട്ടല്ലേ ബാർബി ഗേൾ. അതായത് 1997 ഈ ഒരു ആൽബം ഇറങ്ങണത്. പക്ഷേ ഈ ഒരു ബാർബി ഗേൾ എന്ന് പറഞ്ഞ പാട്ട് വെറും ഒരു കിഡ് സോങ് ആണ് നിങ്ങൾ വിചാരിക്കണ്ടാവും. എന്നാ തെറ്റി. അതായത് ഈ ഒരു പാട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്ന അതിന്റെ ലിറിക്സിൽ പല ഡബിൾ മീനിങ്ങും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കിസ് മീ ഹിയർ, ടച്ച് മീ ദെയർ, ഹാങ്കി പാങ്കി, അൺഡ്രസ് മീ എവരിവെയർ എന്നിങ്ങനെ പോകുന്നു വരികൾ. ഒരു പാവക്കുട്ടിയെ കുറിച്ചാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു അഡൽറ്റ് സൂചനയുണ്ട്. അതുകാരണം ബാർബി പാവകളുടെ നിർമ്മാതാക്കളായ മാറ്റൽ കമ്പനി അന്ന് ഈ ബാൻഡിനെതിരെ കോടതിയിൽ കേസ് വരെ കൊടുത്തിരുന്നു. ബാർബി ഡോൾ ഒരു സെക്സ് ഒബ്ജക്റ്റായി ചിത്രീകരിച്ചു എന്നായിരുന്നു അവരുടെ പരാതി. പക്ഷെ കോടതി പറഞ്ഞത് ഇത് വെറും ഒരു പാരഡി സോങ് മാത്രമാണെന്നാണ്. നമ്മൾ നിഷ്കളങ്കമായി പാടി നടന്ന ഈ പാട്ടിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്ന് എത്ര പേർക്ക് അറിയായിരുന്നു? അതുകൊണ്ട് ഇനി ഈ പാട്ട് കേൾക്കുമ്പോൾ പഴയ നിഷ്കളങ്കതയോടെ ആരും നോക്കണ്ട. ബാർബിയും കെന്നും തമ്മിലുള്ള ആ ഒരു ഹാങ്കി പാങ്കി കളി അന്ന് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു വലിയ സത്യം. എന്തായാലും ആ ഒരു 90 വൈബ് അത് വേറെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏതൊരു സ്കൂൾ ആനിവേഴ്സറി ആണെങ്കിലും ഈ ഒരു ബാർബി ഡോൾ എന്ന് പറഞ്ഞ പാട്ടില്ലാതെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് ഈ ഒരു ആൽബത്തിലെ ബാർബി ഡോൾ മാത്രമല്ല കേട്ടോ, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതായത് ഏതാ പറയുക, ആദ്യത്തെ പാട്ട് കമോൺ ഇറ്റ് സൺഷൈൻ, അല്ലെങ്കിൽ ഇൻ ദ ഹീറ്റ് ഓഫ് ദ നൈറ്റ്, റോസ് ആർ റെഡ്, അല്ലെങ്കിൽ ഹാപ്പി ബോയ്സ് ആൻഡ് ഹാപ്പി ഗേൾസ്, ക്യാൻഡി മാൻ, അങ്ങനെ എല്ലാ പാട്ടുകളും എന്താ പറയുക നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ പാട്ടുകളൊക്കെ വെറും ലിങ്കുകളായപ്പോൾ ഈ ഒരു കാസറ്റ് നൽകുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വേറെ തന്നെയാട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ കഷ്ണം പോലെ ഇവൻ ഇപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട്. സോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാട്ടോ. ബൈ.